നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് കാണുന്നു അപ്പോൾ മുതൽ ഇത് റെസിനേറ്റ് ആവുന്നതാണ്. ആരും ഒന്നും ലൈഫിലേക്ക് റെസിനേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ട് കളയുക. ഇത് ഒത്തിരി പേരുടെ എനർജീസ് വരുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്കൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം മാത്രം റീഡിംഗ് കാണാൻ ശ്രമിക്കുക. Okay, universe, please, universe, 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 please, universe, universe, please, universe, please, universe, please, universe, universe, please, universe. Universe, please. നിങ്ങൾക്കായി യൂണിവേഴ്സ് പറയാൻ പറഞ്ഞിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. കാർഡിന്റെ ഓവറോൾ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് എന്നതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ ബ്രേക്കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടായി ഒത്തിരി വേദനിപ്പിച്ച് രണ്ടുപേരും പരസ്പരം ഡിറ്റാച്ച്മെന്റിലേക്ക് പോയിരിക്കുന്ന ഒരു എനർജിയെ കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഓവറായിട്ട് പൊസസീവ് ഉള്ള ആളായിരിക്കാം, സെൽഫിഷായ ആളായിരിക്കാം, നിങ്ങളുടെ ഇമോഷൻസിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും തരാത്ത ആളായിരിക്കാം. എന്നാൽ ചില സമയത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് പെരുമാറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കൺവിൻസ്ഡ് ആക്കാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളോട് സോഫ്റ്റായിട്ട് തന്നെ പെരുമാറുമായിരിക്കാം, അതുപോലെ സംസാരിക്കുമായിരിക്കാം. പക്ഷേ കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ആ ക്യാരക്ടറിൽ ചേഞ്ച് വരും. ഒരു ഡ്യുവൽ ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സെക്കൻഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത് ദ ടവർ കാർഡാണ്. നിങ്ങളുടെ റിലേഷനിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രണ്ടുപേരും ഇതുവരെ ഫേസ് ചെയ്യാത്ത അത്രയും വലിയ പ്രശ്നങ്ങൾ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ റിലേഷൻ അവസാനിച്ചു, എൻഡായി എന്നുള്ള രീതിയിലെ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ പീരീഡിൽ തന്നെയാണ് എന്നാണ് കാണിക്കാൻ കഴിയുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലാണെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് അത് വിഷമിപ്പിക്കുന്നുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കായിരിക്കും ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുപോകുകയാണ്, ഇനി ഈ റിലേഷനിലേക്ക് ഞാൻ തിരികെ വരില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയിച്ചിട്ടുണ്ടാവും. ആ ഒരു വാക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്തൊക്കെ തന്നെ ഉണ്ടായാലും, ഞാൻ എങ്ങനെയൊക്കെ പെരുമാറിയാലും എൻ്റെ വ്യക്തി എന്നിൽ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യം ആ പേഴ്സൺ എപ്പോഴും ഉണ്ടായിരുന്നിരിക്കാം. ഇതുവരെ നിങ്ങൾക്ക് ഇഷ്യൂസ് ക്രിയേറ്റഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു രീതിയിൽ നിന്നിട്ടുണ്ടാവുക. നിങ്ങൾ തന്നെ അങ്ങ് ബെഗ് ചെയ്ത് പുറകെ ചെല്ലുക, നിങ്ങൾ തന്നെ എഫേർട്ട് ഇടുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു എഫേർട്ടും ഇല്ലാതെ എപ്പോഴും നിങ്ങൾ തന്നെ ചെന്ന് കോംപ്രമൈസ് ആകുന്ന ഒരു എനർജി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു എനർജി ഇപ്പോഴത്തെ ഈ സമയത്ത് നിങ്ങൾ തന്നെ ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് മാറി. കാരണം ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, ഇത് ഇത്രയുമൊക്കെ പ്രശ്നമായ സ്ഥിതിക്ക് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് നിങ്ങളുടെ മനസ്സ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നത്, ആ വ്യക്തിയെ നിങ്ങൾക്ക് സഹിക്കാനേ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനപ്പുറം അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവർക്ക് നൽകുന്ന ഈ ഒരു സിറ്റുവേഷൻ നൽകുന്ന പെയിൻ ഭയങ്കരമായിട്ടാണ് എന്ന് കാണിക്കും. തകർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ പേഴ്സൺ ഉള്ളതെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തേർഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത് ദ ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം വേദനിക്കുന്നു എന്നത് യൂണിവേഴ്സ് അറിയുന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് അതെനിക്ക് നന്നായി അറിയാം. നിങ്ങൾക്ക് വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നിങ്ങൾക്ക് നീതി തരാം എന്ന് തന്നെ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഈശ്വരൻ പോലും എന്നെ അനുഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് പലപ്പോഴും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നാൽ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് എത്രമാത്രം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം പെയിൻ സഹിച്ചിട്ടുണ്ടോ, എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ, അതിനെല്ലാം ഉള്ള ഒരു നീതി
നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും എന്നതാണ്. നിങ്ങൾ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, നിങ്ങളെ യൂണിവേഴ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് എന്ത് എനർജിയാണോ കൊടുത്തിരിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഈ റിലേഷൻ വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്തിരിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് ആ രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അത് അല്ല, ഇൻ കേസ് നിങ്ങൾക്ക് വേണ്ട എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തീരുമാനമെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് യൂണിവേഴ്സ് തരുന്നതായിട്ട്, അതിനുള്ള ഒരു നീതി ഒരു യൂണിവേഴ്സ് തരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന കാര്യം യൂണിവേഴ്സിൽ എത്തിയിട്ടുണ്ട്. ആ നീതി യൂണിവേഴ്സ് നടപ്പാക്കാൻ പോകുന്നു എന്നതാണ്. ഇത് ആരുടെ എനർജിയാണോ, ഇത് ആർക്കൊക്കെയാണോ ഇത് റെസിനേറ്റ് ആവുന്നത്, അവർ ശരിക്കും യൂണിവേഴ്സിൻ്റെ സ്പെഷ്യൽ കിഡാണെന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ വ്യക്തി കാണുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ആ സെയിം ഇമോഷൻസ് യൂണിവേഴ്സ് കാണുന്നുണ്ട്. അവിടെ പരിഹാരമുണ്ട്, അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഒരു ഇമോഷൻസും അവിടെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്നാണ്. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആർക്കൊക്കെ എൻ്റെ റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടോ അവർ എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. അതുപോലെ എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.